വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബുഷി പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബ്ലാക്ക് ഫുട്ട് ഡെയ്സി എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. കുറച്ച് കാലങ്ങൾക്ക് മുൻപേ ഇതിൻ്റെ 4 ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഒരു ഡാർക്ക് യെല്ലോ, അതിൻ്റെ ലൈറ്റ് കളറ്, ഈ വൈറ്റും ഒരു ഓഫ് വൈറ്റും, ഇങ്ങനെ 4 ഷെയ്ഡ് ഉണ്ടായിരുന്നു. നട്ട് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു പ്രദേശം മുഴുവൻ പൂത്തുലഞ്ഞു കിടക്കുന്ന പ്രതീതിയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു ചെടിയാണ് ഈ ബ്ലാക്ക് ഫുട്ട് ഡെയ്സി. പൊതുവേ മാർച്ച് ടു നവംബർ വരെയാണ് ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ക്ലൈമറ്റിൽ വർഷം മുഴുവൻ ഇത് പൂത്തു കിടക്കും. മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം എന്നും പറയപ്പെടുന്നുണ്ട്. നിലത്തും ഹാങ്ങിങ് പോട്ട്സിലും വിൻഡോ സില്ലിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ബോർഡർ പ്ലാന്റായും ഗ്രൗണ്ട് കവറായിട്ടും ഇത് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ മെയിൻ്റനൻസ് ചെടിയാണ്. ഈസി ഗ്രോയിങ് ആണ്. പെസ്റ്റോ ഇൻസെക്റ്റ് അറ്റാക്കോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. കൂടാതെ ഡ്രൗട്ട് ടോളറൻറ്റ് പ്ലാന്റ് ആണ്. അധികം വെള്ളമൊന്നും ആവശ്യമില്ല. റോക്കി പ്ലേസിലും ഡ്രൈ എൻവയോൺമെൻറ്റിലും വളർത്താൻ പറ്റുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ റോക്കി അല്ലെങ്കിൽ സാൻഡി സോയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. കൂടുതൽ ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമേ ഇല്ല. ഇത് സാൻഡി സോയിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യമില്ല. ആകെയുള്ളൊരു പ്രശ്നം വെള്ളം കെട്ടി നിന്നാൽ റൂട്ട് ചീഞ്ഞു പോവും. നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കണം. ഫുൾ സണ്ണിൽ നിൽക്കുന്ന ചെടിയിലാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. ആവശ്യത്തിന് നന കൊടുക്കുക. സമ്മർ സീസണിലൊക്കെ കുറച്ച് നന എല്ലാ ദിവസവും തന്നെ കൊടുക്കണം. ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ചെറിയ രീതിയിൽ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാവും. പ്രൊപ്പഗേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെച്യൂറായിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിയ പൂക്കളിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നടുകയോ അല്ലെങ്കിൽ ഡ്രൈ ആയ സ്ഥലത്ത് സീഡ്സ് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്ത് പിന്നീട് നട്ടുപിടിപ്പിക്കാം. ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് സ്റ്റെം കട്ടിംഗ് ആണ്. ഒരു 4 മുതൽ 6 ഇഞ്ച് വരെയുള്ള സ്റ്റെം കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. അടിവശത്തുള്ള ഇലകളും നീക്കം ചെയ്തതിന് ശേഷം ഒരു പോട്ടിൽ നട്ട് പിടിപ്പിക്കുക. പുതുതായി നട്ട ചെടിയുടെ പോട്ട് എപ്പോഴും മോയ്സ്റ്റ് ആയിരിക്കണം. അതേസമയം വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഒരു പൂക്കാലം കഴിയുമ്പോൾ പ്ലാന്റ്സ് ലഗ്ഗിയാവും. ആ സമയത്ത് കട്ട് ബാക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ വളർച്ച വന്ന് പ്ലാന്റ് ബുഷിയാവുകയും നിറയെ പൂക്കൾ പിന്നീടുണ്ടാവുകയും ചെയ്യും. ബുഷിയാക്കി നിലനിർത്തുമ്പോഴാണ് ഈ പ്ലാന്റിന് ഭംഗി. അതുകൊണ്ട് ട്രിമ്മ് ചെയ്ത് കൊടുക്കുക. ഈയൊരു പൂക്കൾ ഉണ്ടെങ്കിൽ പൂന്തോട്ടം നിറയെ ബീസും ബട്ടർഫ്ലൈസും ഒക്കെ അട്രാക്റ്റഡ് ആവും. ഈ ഒരു ചെടിക്ക് എന്തെങ്കിലും മലയാളം പേരുണ്ടോ എന്നെനിക്കറിയില്ല. നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ തരുന്ന ലോ മെയിൻ്റനൻസ് ആയ ഈ ഒരു ചെടിയെ എന്തായാലും പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തുക. സോ ഹാപ്പി ഗാർഡനിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.